ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. രാവിലെ നടക്കാമെന്ന് പറഞ്ഞ് മ്യൂസിയത്തിൽ പോയപ്പോഴാണ് പെട്ടെന്നൊരാഗ്രഹം സൂ കാണാൻ പോയാലോ എന്ന്. അങ്ങനെ ഞങ്ങൾ ചെന്ന് ടിക്കറ്റൊക്കെ എടുത്തു. പെർ ഹെഡ് 40 റുപ്പീസാണ് വരുന്നത് ടിക്കറ്റിന്. എന്നിട്ട് അടുത്ത എൻട്രൻസ് വഴി നമ്മളകത്തേക്ക് കയറുമ്പോൾ ആദ്യം കാണുന്നത് തന്നെ കാട്ടുപോത്തിനെയാണ്. കയറുന്ന സൈഡിൽ റൈറ്റ് സൈഡിലായിട്ട് കാണാൻ പറ്റുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ മുന്നിലേക്ക് നടക്കുമ്പോഴത്തേക്ക് നമുക്ക് മങ്കീസിനെ കാണാനായിട്ട് പറ്റും. പല വെറൈറ്റി മങ്കീസുണ്ട്. കരിങ്കുരങ്ങുണ്ട്, പിന്നെ ബംഗാൾ മങ്കിയുണ്ട്, അങ്ങനെ ഒരുപാട് ടൈപ്പ് മങ്കീസുണ്ട്. അതിനകത്ത് കയറുമ്പോൾ ഭയങ്കര ഒരു കൂളിംഗ് എഫക്റ്റാണ്. നമ്മളൊരു കാട്ടിനകത്ത് പോയ പോലത്തെ ഒരു ഫീലാണ് വരുന്നത്. ഒത്തിരി നാളിന് ശേഷമാണ്, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ സൂയിലേക്ക് പോകുന്നത്. ഒരുപാട് വെറൈറ്റീസ് ഓഫ് അനിമൽസൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നമുക്ക് നേരിട്ട് പോയി കാണേണ്ട തന്നെയാണ്. ഇതിനകത്ത് കുറച്ച് മൃഗങ്ങളുടെയും കുറച്ച് പക്ഷികളുടെയൊക്കെ വീഡിയോ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് കാട്ടിനകത്തൂടി നടക്കുന്ന ഒരു അതേ ഫീലാണ് വരുന്നത്. ഭയങ്കര ഒരു കൂളിംഗ് എഫക്റ്റും, നമുക്ക് മരശില്ലകൾക്കിടയിൽ കൂടി സൂര്യരശ്മികൾ വരുന്നതും അങ്ങനെ ഇതൊക്കെ കാണാനായിട്ട് പറ്റും. പിന്നെ അവിടെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് മുമ്പത്തേക്കാളും. ഇതൊരു ചീങ്കണ്ണിയാണ്, അലിഗേറ്റർ. അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അനങ്ങാതെ ഇരിക്കും. പക്ഷേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ അതിൻ്റെ കണ്ണ് മാത്രം ഇങ്ങനെ അനങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു വൈറ്റ് ഈഗിളിനെ കണ്ടു. ഒരുപാട് ബേർഡ്സ് ഉണ്ട്. പിന്നെ ആനിമൽസ് ആണെങ്കിലും ഒരുപാടുണ്ട് അവിടെ. കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. സ്കൂളിലൊക്കെ പോയി തുടങ്ങുന്ന കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. ഇത് ചെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമൊക്കെ തോന്നും അവർക്ക്. ഓരോ മൃഗങ്ങളും അല്ലെങ്കിൽ പക്ഷികളും നമുക്ക് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തിങ്ങനെ ഇരിക്കുന്നതാണ് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാനായിട്ട് പറ്റും. അവർക്ക് മൃഗങ്ങളായാൽ തന്നെ ഒരു പേടിയൊന്നുമില്ല. എന്ന് വെച്ചാൽ ഡെയിലി അവർ ആൾക്കാരെ കാണുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സിംഹം തന്നെ അവിടെ ഉറങ്ങുമായിരുന്നു. ഉറങ്ങിക്കൊണ്ട് ജസ്റ്റ് അത് സ്ലീപ്പ് ചെയ്ത് കിടക്കുമായിരുന്നു. നമ്മൾ ചെന്ന സമയത്ത് ആൾക്കാരെല്ലാവരും ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് അത് പെട്ടെന്ന് ഉണർന്ന് എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ് ആ ഒരു വീഡിയോ. പിന്നെ ഇത് എമു പക്ഷി ഇങ്ങനെ ആൾക്കാർ വരുന്നതനുസരിച്ച് കൂടിൻ്റെ അറ്റത്തേക്ക് വന്ന് നിന്ന് നോക്കുന്നതാണ് കാണാനായിട്ട് പറ്റുന്നത്. പല വെറൈറ്റി പാരറ്റ്സ് ഉണ്ട്, പിന്നെ ഓസ്ട്രിച്ച് ഉണ്ട്, പിന്നെ നമ്മുടെ റൈനോസറുണ്ട്, പിന്നെ അതുപോലെ തന്നെ പീക്കോക്കുണ്ട്. അവിടെ ചെന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റിയ മെയിനായിട്ടുള്ളൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് പീക്കോക്ക് പീലി വിരിച്ചു, മയിൽ പീലി വിരിച്ച് നല്ല ഭംഗിയിൽ കാണാനായിട്ട് പറ്റി. അതും തൊട്ടടുത്ത് നിന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലായിരുന്നു. പിന്നെ അവിടുത്തെ അറ്റ്മോസ്ഫിയർ ആണെങ്കിലും നല്ലതാണ്. പല വെറൈറ്റി മാനുകളൊക്കെ ഉണ്ടായിരുന്നു. സാമ്പാർ ഡീർ ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ പുള്ളിമാനുണ്ടായിരുന്നു, കലമാനുണ്ടായിരുന്നു, അങ്ങനെ പല ടൈപ്പ് മാനുകൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ കാർണിവോസ് അനിമൽസ് ഉണ്ടായിരുന്നു. ഒരുപാട് മാംസഭുക്കുകളായ അനിമൽസ് ഉണ്ടായിരുന്നു. ടൈഗർ, അതുപോലെ ലെപ്പേർഡ്, അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു. പുള്ളിപ്പുലി, അതുപോലെ കടുവ ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ഏരിയയിൽ മാത്രം ചെറിയൊരു ആ മാംസത്തിൻ്റെയൊക്കെ ഒരു സ്മെല്ലുണ്ടായിരുന്നു. വേറെ എല്ലായിടവും നീറ്റായിട്ടാണ് കിടന്നത്. അവിടെ മാത്രം നമുക്ക് കുറച്ചൊരു സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. ബാക്കി ഓവറോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു. ഒരുപാട് നാളിന് ശേഷം സൂയിലോട്ട് കയറിയത് കൊണ്ട് തന്നെ ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീലും അങ്ങനെയൊക്കെ ആയിരുന്നു. മൃഗങ്ങളൊക്കെ ഉറക്കം എണീറ്റ് വരുന്നേ ഉള്ളൂ. ഞങ്ങൾ രാവിലെയാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഉറക്കം എണീറ്റ് ഇങ്ങനെ വരുന്നേ ഉള്ളൂ. എല്ലാവരും ലേസി ആയിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്, പീക്കോക്ക് പീലി വിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്